ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന രണ്ട് ഡിഫറൻറ്റ് സിറ്റുവേഷൻസാണ്. ഈ രണ്ട് സിറ്റുവേഷൻസും നമുക്ക് സാധാരണയായിട്ട് നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാറുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ആ രണ്ട് സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത്, ഇപ്പോൾ പരീക്ഷയുടെ റിസൾട്ട് അറിയാനായിട്ട് ഒരാൾ പോയി, എന്നിട്ട് തിരിച്ചു വരികയാണ്. ആ വരുന്ന വരവിന് മറ്റൊരാൾ റിസൾട്ടിനെ പറ്റി ചോദിക്കുന്നു. നീ റിസൾട്ട് അറിഞ്ഞോ? ഹാവ് യു നോൺ ദ റിസൾട്ട്? ഹാവ് യു നോൺ? നോ എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് അവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ആൻസറായിട്ട് നമുക്ക് പറയാം ഉവ്, അറിഞ്ഞു. യെസ്, ഐ ഹാവ്. അതിനുശേഷം മറ്റേയാൾ ചോദിക്കുന്നു, ജയിച്ചോ? ഹാവ് യു പാസ്ഡ്? അപ്പോൾ എന്ത് പറയാം ആൻസറായിട്ട്? ജയിച്ചു, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. യെസ്, ഐ ഹാവ് പാസ്ഡ്. ഐ ഹാവ് ഗോട്ട് എ ഫസ്റ്റ് ക്ലാസ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഐ പാസ്ഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഐ ഹാവ് പാസ്ഡ്. ഇപ്പോൾ നടന്നു കഴിഞ്ഞ കാര്യമായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ കൊള്ളാം, മിടുക്കി എന്ന് പറയുന്നതിന് പകരം കൺഗ്രാജുലേഷൻസ് എന്ന് പറയാം. പക്ഷേ രാജി തോറ്റുപോയി. ബട്ട് രാജി ഹാസ് ഫെയിൽഡ്. അവൾ കണക്കിനാണ് തോറ്റത്. ഷീ ഹാസ് ഫെയിൽഡ് ഫോർ മാത്സ്. ഷീ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ റൂൾസൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അടുത്ത ഒരു സിറ്റുവേഷനാണ്, ഒരു വ്യക്തിയെ കാണാൻ അയാളുടെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ നമ്മൾ എപ്രകാരമാണ് ചോദിക്കുന്നത്? മോളെ, നിൻ്റെ അച്ഛൻ ഇവിടെയുണ്ടോ? അപ്പോൾ അതിനെങ്ങനെയാണ് പറയുന്നത്? ഈസ് യുവർ ഫാദർ ഹിയർ മിസ്സി? ഈസ് യുവർ ഫാദർ ഹിയർ? ഇവിടെയുണ്ടോ? അച്ഛൻ ഇവിടെയുണ്ടോ? അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എപ്രകാരം പറയാം? ഇല്ല, ആലപ്പുഴയിൽ പോയിരിക്കുകയാണ്, വൈകിട്ടേ തിരിച്ചു വരൂ. നോ, ഹി ഹാസ് ഗോൺ ടു ആലപ്പുഴ. ഹി വിൽ ബി ബാക്ക് ഓൺലി ഇൻ ദ ഈവനിങ്. അവിടെ ഹി ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ, അച്ഛൻ പോയിട്ട് വന്നോ? ഹാസ് യുവർ ഫാദർ കം ബാക്ക്? ഹാസ് യുവർ ഫാദർ കം ബാക്ക്? അപ്പോൾ എന്താ ആൻസർ പറയാം? ഉവ്, ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഡ്രസ്സ് മാറുകയാണ്. യെസ്, ഹി ഹാസ് ജസ്റ്റ് കം. ഹീ ഈസ് ചേഞ്ചിങ് ഡ്രസ്. ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഹീ ഈസ് ചേഞ്ചിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുകയാണ്. വീണ്ടും അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.